എൻ്റെ ടേക്കിലേക്ക് വരുന്നതിന് മുൻപ് ഇപ്പോൾ രാഹുൽ ഗാന്ധി ഒരു പാരമ്പര്യത്തിൻ്റെ തുടർച്ചയായി പ്രതിപക്ഷ നേതാവാകുന്നു എന്നുള്ള ആരോപണത്തെ ഞാൻ പൂർണ്ണമായും തള്ളിക്കളയുന്നു. ചിലർക്ക് അങ്ങനെ ഒരു പാരമ്പര്യമുണ്ട്. അവർ പ്രധാനമന്ത്രിയാവുന്ന അച്ഛൻ രാജ്യത്തിനു വേണ്ടി ഒരുപട്ടെ രക്തസാക്ഷിത്വം വഹിക്കുമ്പോൾ ആ കുടുംബത്തിൽ നിന്നൊരാൾ പിന്നീട് അധികാരത്തിലേക്ക് വരും. മറ്റു ചിലർ അധികാരത്തിലിരിക്കുമ്പോൾ ഭാര്യയെ ഉപേക്ഷിച്ചാൽ അതൊരു പ്രധാനപ്പെട്ട വാർത്തയല്ലാതായിത്തീരും. അവിടെ സാമൂഹിക പ്രവർത്തനത്തിന് നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് ആര് വരുന്നു എന്ന ചോദ്യം സ്വാഭാവികമായി ഉണ്ടാവില്ല. ഒരാൾ ആഭ്യന്തരമന്ത്രിയായിരുന്നാൽ അദ്ദേഹത്തിൻ്റെ മകൻ രാഷ്ട്രീയ പ്രവർത്തനത്തിനോ പൊതുപ്രവർത്തനത്തിനോ വരാതെ എങ്ങനെയാണ് ക്രിക്കറ്റ് കളിയുടെ ബാലപാഠം പോലും അറിയാതെ BCCIയുടെ തലപ്പത്ത് വരുന്നത് എങ്ങനെയാണ് എന്നത് നമ്മൾ ചോദിക്കാറില്ല. ഈ മന്ത്രിസഭയിലെ 9 പ്രധാനപ്പെട്ട മന്ത്രിമാർ ഡൈനാസ്റ്റി പൊളിറ്റിക്സിൻ്റെ തുടർച്ചയാണെന്നും ഈ സർക്കാരിനെ പിന്തുടർച്ചു നിർത്തുന്ന TDP എന്ന് പറയുന്ന പാർട്ടിയിലെ മകനും അച്ഛനും 2 അധികാര കേന്ദ്രങ്ങളിലെ ശക്തിയാണെന്നും ദേവഗൗഡയുടെ മകനാണ് ഈ സർക്കാരിനെ പിന്തുണയ്ക്കുന്ന കർണാടകയിൽ നിന്നുള്ള പാർട്ടിയുടെ നേതാവെന്നും നമ്മൾ മറന്നുപോകും. ഈ സർക്കാരിൻ്റെ കേന്ദ്രമന്ത്രിയായിരിക്കുന്ന ചിരാഗ് പാസ്വാൻ മറ്റൊരു ഡൈനാസ്റ്റി പൊളിറ്റിക്സിൻ്റെ ആളാണെന്നുള്ളത് നമ്മൾ സന്ദർഭവശാൽ മറന്നുപോകും. പ്രതിപക്ഷ നേതാവിൻ്റെ കാര്യം വരുമ്പോൾ സ്വന്തം രാജ്യത്തിനു വേണ്ടി മുത്തശ്ശിയെയും അച്ഛനെയും നഷ്ടപ്പെട്ട ഒരാൾ ഈ രാജ്യത്തിൻ്റെ തലങ്ങും വിലങ്ങും നടന്ന് ഈ രാജ്യത്തിൻ്റെ വ്യാകരണം കണ്ടെത്തിയ ഒരു മനുഷ്യൻ പ്രതിപക്ഷത്തിൻ്റെ നേതാവായി വരുമ്പോൾ നമുക്കതിനകത്തൊരു ആക്ഷേപഹാസ്യം തോന്നും. സ്വാഭാവികമാണ്. ഇനി ഞാൻ ഈ വിഷയത്തിലേക്ക് വരും. ഈ വിഷയത്തിലേക്ക് വന്നാൽ ഇന്ത്യയെ കേൾക്കുമോ എന്നതാണ് ചോദ്യം. കേൾത്തിരിക്കും എന്നതാണ് എൻ്റെ ടേക്ക്. എന്തുകൊണ്ടെന്നാൽ ഇനി കഴിഞ്ഞ 17ാമത്തെ ലോക്സഭയിലെ നാട്യങ്ങളൊന്നും ഇനി ഉണ്ടാവില്ല. 17ാം ലോക്സഭയിലെ ഉഡായിപ്പുകളൊന്നും 18ാം ലോക്സഭയിൽ ആവർത്തിക്കില്ല എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ബധിരകർണങ്ങളിൽ ഇന്ത്യയുടെ ശബ്ദം കേൾക്കും, ഇന്ത്യ മുന്നണിയുടെ ശബ്ദം കേൾക്കും. അതിനുള്ള കണക്ക് ഇന്നിപ്പോൾ ഇന്ത്യ സഖ്യത്തിനുണ്ട്, പ്രതിപക്ഷത്തിനുണ്ട് എന്നുള്ളതാണ്. ചെറിയ കണക്കല്ല സുജയ, ആ കണക്ക് പ്രധാനപ്പെട്ട കണക്കാണ്. 234 അംഗങ്ങൾ എന്നുള്ളത് അത്ര ചെറിയ കണക്കല്ല. കാരണം ഓരോ പാർട്ടിക്കും MP-മാരുടെ എണ്ണം വെച്ച് വീതിച്ചു കൊടുത്താൽ പോലും പാർലമെൻറ്റിലെ പ്രസംഗങ്ങളും പാർലമെൻറ്റിലെ പ്രമേയങ്ങളിലുള്ള ശബ്ദവും നമ്മൾ കേട്ടുകൊണ്ടേയിരിക്കും. ഇന്ന് പാർലമെൻറ്റിൽ കേട്ട ശബ്ദം അത് തന്നെയാണ്. എന്തുകൊണ്ടാണ് ഇന്നിപ്പോൾ ശബ്ദ വോട്ടോടു കൂടി മാത്രം, എന്തുകൊണ്ട് ഡിവിഷൻ ചോദിച്ചില്ല എന്ന് ചോദിക്കുന്നുണ്ട്. ഡിവിഷൻ ആവശ്യമില്ല. ഇതൊരു പ്രതീകാത്മകമായ പോരാട്ടമാണ് നടത്തിയത്. ആ പോരാട്ടം മുഴുവൻ ആളുകൾ ശ്രദ്ധിച്ചു, ദേശീയ മാധ്യമങ്ങൾ ശ്രദ്ധിച്ചു, ഇന്ത്യ മുഴുവൻ കണ്ടു. കഴിഞ്ഞ തവണത്തെ സ്പീക്കർ തെരഞ്ഞെടുപ്പ് നമ്മൾ ഓർമ്മിക്കുന്നുണ്ടോ? അറിയുന്നതേയില്ല. ഇത്തവണ സ്പീക്കർ തെരഞ്ഞെടുപ്പിന് മുമ്പ് 3 പ്രധാനപ്പെട്ട വിഷയങ്ങൾ ഇതിനകം തന്നെ ഇന്ത്യ ഉയർത്തുകയും ഇന്ത്യ കേൾക്കുകയും ചെയ്തിട്ടുണ്ട്. നീറ്റ് വിഷയം ഉയർത്തിയിരുന്നു ഈ പ്രതിപക്ഷം സഭയ്ക്ക് പുറത്ത്. ആ സഭയ്ക്ക് പുറത്തുള്ള പ്രതിഷേധങ്ങൾ നാളെ മുതൽ പാർലമെൻറ്റിനുള്ളിലേക്ക് വരാൻ പോവുകയാണ്. പ്രേക്ഷകരെ നിങ്ങൾ ഓർമ്മിക്കണം, 17ാം ലോക്സഭാ ചരിത്രത്തിലെ ഏറ്റവും ദുഃഖകരമായ ഒരു കണക്കെന്ന് പറയുന്നത് നമ്മുടെ പ്രധാനമന്ത്രി ഒരൊറ്റ ചോദ്യത്തിന് പോലും, നോട്ട് ഈവൻ എ സിംഗിൾ ക്വസ്റ്റ്യൻ, കഴിഞ്ഞ 17ാമത്തെ ലോക്സഭയിൽ മറുപടി പറഞ്ഞിരുന്നില്ല എന്നുള്ളതാണ്. ഇന്ത്യയുടെ ചോദ്യത്തിന്, ഇന്ത്യക്കാരായ പ്രതിപക്ഷത്തിൻ്റെ ചോദ്യത്തിന് പ്രധാനമന്ത്രി ചോദ്യോത്തരവേളയിൽ മറുപടി പറഞ്ഞിട്ടില്ല. ഓറലായും പറഞ്ഞിട്ടില്ല, റിട്ടനായിട്ടും പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ഇനി പ്രധാനമന്ത്രി മറുപടി പറയേണ്ടി വരും. മണിപ്പൂരിലെ വിഷയത്തിൽ പ്രധാനമന്ത്രിക്ക് സംസാരിക്കേണ്ടി വരും. നീറ്റ് വിഷയത്തിൽ ഹ്യൂമൻ റിസോഴ്സ് മന്ത്രിക്ക് സംസാരിക്കേണ്ടി വരും. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തിരഞ്ഞെടുപ്പിൻ്റെ ഫലപ്രഖ്യാപന വേളയിൽ എക്സിറ്റ് പോളുകൾ ഉണ്ടാക്കിയിരിക്കുന്ന സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ വേരിയേഷൻ കുംഭകോണമാണെങ്കിൽ അതിനും മറുപടി പറയേണ്ടി വരും. എണ്ണി ഈ സർക്കാരിനെ കൊണ്ട് മറുപടി പറയിപ്പിക്കാൻ ആവശ്യമായ രാഷ്ട്രീയമായ കരുത്തുമായിട്ടാണ് പ്രതിപക്ഷം പാർലമെൻറ്റിൽ എത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് എൻ്റെ ആദ്യത്തെ ടേക്ക്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം നോക്കൂ, ഈ പാർലമെൻറ്റിൽ പ്രതിപക്ഷത്തെ കണക്കിലെടുക്കാതെ നിങ്ങൾക്കൊരു ബില്ല് പോലും ഇനി പാസ്സാക്കാൻ കഴിയില്ല. 17ാം ലോക്സഭയുടെ ചരിത്രത്തിലെ ഏറ്റവും ദുഃഖകരമായ നിമിഷങ്ങളിലൊന്ന് 70% വരുന്ന നമ്മളുടെ പ്രതിപക്ഷത്തിൽപ്പെട്ട അംഗങ്ങളെ 146 പ്രതിപക്ഷ അംഗങ്ങളെയും സഭയിൽ നിന്ന് പുറത്താക്കിയതിനു ശേഷമാണ് ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിയമനിർമ്മാണം നടത്തിയിരിക്കുന്നത്. എന്താണ്? ക്രിമിനൽ നടപടി ചട്ടങ്ങളുടെ ഭേദഗതി. അതും ആ സമയത്ത് ഒരൊറ്റ പ്രതിപക്ഷ അംഗം പോലും സഭയിൽ ഉണ്ടാവാതിരിക്കാൻ ജാഗ്രത പുലർത്തിയ സർക്കാരാണ്. പക്ഷേ ഇനി അത്തരം ഉഡായിപ്പുകൾ ഇവിടെ നടക്കില്ല. സ്റ്റാൻഡിംഗ് കമ്മിറ്റിക്ക് വിടാതെ 84% ബില്ലുകളും പാസ്സാക്കിയ സർക്കാരാണ് 17ാം ലോക്സഭയിൽ ഉണ്ടായിരുന്നത്. 18ാം ലോക്സഭയിലേക്ക് വരുമ്പോഴോ സ്റ്റാൻഡിംഗ് കമ്മിറ്റിക്ക് വിടാൻ നിർബന്ധിതമാവുന്ന സാഹചര്യം ഉണ്ടാവും. രാജ്യസഭയിലേക്ക് എത്തിയാൽ പാസ്സാക്കാൻ നന്നേ വിയർക്കുകയും ചെയ്യും. BJDയിലെ 9 MP-മാർ പോലും ഇന്നിപ്പോൾ പ്രതിപക്ഷത്തോട് ഐക്യം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. രാജ്യസഭയിൽ 9 പേരാണ് BJDക്കുള്ളത്. YSRCP എന്ത് രാജ്യസഭയിൽ നിലപാടെടുക്കുമെന്ന് നമുക്കറിയില്ല. സ്പിരിറ്റ് ഓഫ് CBI എന്ന് നമുക്ക് വിശേഷിപ്പിക്കാവുന്ന ഒരു സ്പിരിറ്റ് പ്രവർത്തിക്കുന്നത് കൊണ്ടാണോ ഇത്തവണ YSRCP ഓം ബിർളയ്ക്ക് അനുകൂലമായി ലോക്സഭയിൽ പിന്തുണ നൽകിയതെന്നറിയില്ല. പക്ഷേ രാജ്യസഭയിലേക്ക് വരുമ്പോൾ കാര്യങ്ങൾ കടുക്കും. അതുകൊണ്ട് ലോക്സഭയിലാണെങ്കിലും എണ്ണത്തിലാണെങ്കിലും ശരി, രാജ്യസഭയിലാണെങ്കിലും എണ്ണത്തിലാണെങ്കിലും ശരി, ഇന്ത്യയുടെ ശബ്ദം
ശബ്ദം പാർലമെന്റിൽ മുഴങ്ങിക്കേൾക്കുക തന്നെ ചെയ്യും. ആൻഡ് നമ്പർ 3, ഇനി സഭയ്ക്ക് പുറത്തും ശക്തമാണ്. ഈ മാധ്യമങ്ങളിലൂടെ ആണെങ്കിലും ഇതൊരു പ്രതീകാത്മകമായ ചില ദൃശ്യങ്ങൾ കൂടി നമ്മൾ ഇന്ന് കണ്ടു. സഭയിൽ വളരെ സന്തോഷത്തോടു കൂടി വളരെ ഊഷ്മളമായ ഹസ്തദാനം കൊടുത്തിട്ടാണ് രാഹുൽ ഗാന്ധി സ്പീക്കറെ ഇരിപ്പിടത്തിലേക്ക് ആനയിക്കുന്നത് പ്രധാനമന്ത്രിക്കൊപ്പം. ആലിംഗനം ചെയ്തു പ്രധാനമന്ത്രിയെ കഴിഞ്ഞ തവണ, അത് നമ്മൾ കണ്ടു. പക്ഷേ എന്നിട്ടും ഒന്നും നടന്നില്ല. ആ പ്രധാനമന്ത്രി പ്രതിപക്ഷം പറഞ്ഞത് കേട്ടില്ലെന്ന് മാത്രമല്ല, പ്രതിപക്ഷത്തെ പൂർണ്ണമായും പുറത്താക്കി. മഹുവ മൊയ്ത്രയെ എങ്ങനെയാണ് പുറത്താക്കിയത് നമ്മൾ കണ്ടതല്ലേ. ഇന്നിപ്പോൾ എന്താ രാഷ്ട്രീയത്തിലെ കാവ്യനീതി പോലെ മഹുവ മൊയ്ത്ര വലിയ ഭൂരിപക്ഷത്തോടു കൂടി പാർലമെന്റിലേക്ക് തിരിച്ചു വരികയും മഹുവ മൊയ്ത്രയെ പുറത്താക്കാനുള്ള അൺഎത്തിക്കലായി തീരുമാനമെടുത്ത എത്തിക്സ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ സ്വന്തം മണ്ഡലത്തിൽ തോറ്റമ്പിയിരിക്കുകയും ചെയ്യുന്ന കാഴ്ച നമ്മൾ കണ്ടു. ആ കാഴ്ചകൾക്കെല്ലാം എണ്ണി എണ്ണി മറുപടി പറയുന്ന ഒരു സാഹചര്യം ഇനിയുണ്ടാവും. 18ാം ലോക്സഭയിലേക്ക് വരുമ്പോൾ പാർലമെന്റിന്റെ എത്തിക്സ് കമ്മിറ്റിയിൽ പ്രതിപക്ഷത്തിന്റെ അംഗസംഖ്യ ഉണ്ടാവും, പ്രതിപക്ഷത്തിന്റെ ചോദ്യങ്ങൾ ഉണ്ടാവും. നിങ്ങൾക്ക് പ്രതിപക്ഷാംഗങ്ങളെ നിങ്ങൾക്ക് അങ്ങനെ പുറന്തള്ളാനുള്ള സാധ്യത ഉണ്ടാവില്ല. അതിന് അംഗബലമുള്ള എണ്ണബലമുള്ള ഒരു ലോക്സഭയാണ് നമ്മുടെ മുൻപിൽ വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ ശബ്ദം ഈ പാർലമെന്റിൽ പ്രതിഫലിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഇനിയാണ് നേരത്തെ സുജയ് സൂചിപ്പിച്ചതുപോലെ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഭരണഘടനാ സ്ഥാപനങ്ങളിലേക്കും സ്റ്റാറ്റ്യൂട്ടറി സ്ഥാപനങ്ങളിലേക്കുമുള്ള തലവന്മാരെ തിരഞ്ഞെടുക്കുമ്പോൾ സ്വാഭാവികമായും ഇനി ഒരു പ്രതിപക്ഷ ശബ്ദം അവിടെ കേൾക്കും. അവിടെ പ്രതിപക്ഷം എന്താണ് അവിടെ സംഭവിച്ചത് എന്നുള്ളത് പ്രതിപക്ഷം കൃത്യമായി പ്രതിപക്ഷ നേതാവ് പറയും. നമ്മളുടെ മുമ്പ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ തീരുമാനിക്കുമ്പോൾ, നമ്മളുടെ CBI തലവനെ തീരുമാനിക്കുമ്പോൾ, വിജിലൻസ് കമ്മീഷണറെ തീരുമാനിക്കുമ്പോൾ, നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷണറെ തീരുമാനിക്കുമ്പോൾ ഒക്കെ പ്രതിപക്ഷത്തിന്റെ ശബ്ദം അവിടെ ഉണ്ടാവും. അവിടെ എന്താണ് ഗൂഢാലോചന നടന്നത്, അവിടെ എന്താണ് കൂടിയാലോചനയിൽ സംഭവിച്ചിരിക്കുന്ന പിഴവുകൾ, പ്രതിപക്ഷ നേതാവ് അക്കമിട്ട് സമൂഹത്തിന് മുന്നിൽ പറയുന്ന സാഹചര്യം ഉണ്ടാവും. അതുകൊണ്ട് ശക്തമായൊരു പ്രതിപക്ഷം ഇന്ത്യയെ ശക്തമായ രീതിയിൽ പ്രതിഫലിപ്പിക്കുന്ന ഒന്നാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. ഞാനിത് അവസാനിപ്പിക്കുമ്പോൾ ഇന്നലെ സത്യപ്രതിജ്ഞാ വേളയിൽ നടന്ന മനോഹരമായ ഒരു ദൃശ്യം കൂടിയുണ്ട്. പ്രതീകാത്മകമാണ് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. സ്ക്രിപ്റ്റഡ് ആണെന്ന് തന്നെ ഞാൻ കരുതുന്നു. രാഹുൽ ഗാന്ധി സ്പീക്കർക്ക് കൈ കൊടുത്തതിന് ശേഷം സ്പീക്കറുടെ ഡൈസിൽ പിന്നിൽ നിൽക്കുന്ന മാർഷലിന് പോയി ഒരു ഹസ്തദാനം നൽകുന്നുണ്ട്. അതൊരു പ്രതീകാത്മകമായിട്ടുള്ള ഒന്നാണ്. ഞങ്ങൾ കേൾപ്പിക്കുക മാത്രമല്ല, ഞങ്ങൾ കാണുന്നു എന്നതുകൂടി ഇന്ത്യ മുന്നണി ഉറപ്പുവരുത്തുന്നു എന്നതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പ്രതീകാത്മകമായ ഒരു ഷെയ്ക്കാണ്. ആ മാർഷലിന് ഇന്നേ വരെ ഏതെങ്കിലും ഒരു പ്രതിപക്ഷ നേതാവോ ഏതെങ്കിലും ഒരു മന്ത്രിയോ സ്പീക്കറുടെ ഡൈസിൽ കയറി കൈ കൊടുത്തിട്ടില്ല. അങ്ങനെ കൈ കൊടുത്തുകൊണ്ടൊന്നും സംഭവിക്കാനുമില്ല. പക്ഷേ അതൊരു പ്രതീകാത്മകമായി ഞങ്ങൾ മാറുന്നു എന്ന സൂചനയാണ് രാഹുൽ ഗാന്ധി സ്പീക്കറിൻ്റെ ചേംബറിൽ പിൻവശത്തേക്ക് പോയി മാർഷലിന് കൈ കൊടുത്തു പോകുന്ന ഒരു ചിത്രമുണ്ട്. ഇന്നലെ സത്യപ്രതിജ്ഞാ വേളയിൽ കണ്ട ചിത്രമാണ്. മനോഹരമായ ചിത്രമാണ്. അതൊരു സൂചനയാണ്. അതുകൊണ്ട് ഇന്ത്യയെ കേൾക്കാൻ വേണ്ടിയുള്ള ശബ്ദം ഇന്ന് ഇന്ത്യ മുന്നണിക്കുണ്ട് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. അതേപോലെ ഇന്ത്യയെ കാണാൻ കഴിയുന്ന ഒരു സംവിധാനമായി ഈ 2024-29 പാർലമെന്റും സർക്കാരും മാറും. അതിന് പ്രതിപക്ഷം അതിനുള്ള കരുത്ത് നൽകും എന്നാണ് എൻ്റെ വിശ്വാസം. അങ്ങനെ ക്രിയാത്മകമായ വളരെ ചൂടേറിയ രാഷ്ട്രീയ സംവാദങ്ങൾക്ക് പാർലമെന്റ് സാക്ഷ്യം വഹിക്കട്ടെ എന്ന് നമ്മൾ ആശംസിക്കുക കൂടി ചെയ്യുന്നു. കഴിഞ്ഞ തവണത്തെ പോലെ അത്ര എളുപ്പമായിരിക്കില്ല ബിർളയ്ക്ക് കാര്യങ്ങൾ എന്നുകൂടി ഞാൻ പറയുന്നു. Meet the editors.